ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് വലിയൊരു കീവേഡാണ്. ഇന്നത്തെ കാലത്ത് വൈറലായിട്ടുള്ള ഒരു കീവേഡ് തന്നെയാണ്. കാരണം ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് ഫ്രാഞ്ചൈസിങ് മോഡൽ. എന്താണ് ശരിക്കും ഒരു ഫ്രാഞ്ചൈസി? പലപ്പോഴും നമ്മളൊരു ബിസിനസ് നടത്തി എസ്റ്റാബ്ലിഷ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ മറ്റുള്ളവർക്ക് കൂടി ഇതിന്റെ ഒരു ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ചു കൊടുക്കുകയും അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു മോഡലാണ് ഫ്രാഞ്ചൈസി മോഡൽ. അതിൽ തന്നെ പല മോഡലുകളുണ്ട്. കമ്പനി ഓൺഡ് ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ് മോഡൽ, കമ്പനി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് മോഡൽ, ഫ്രാഞ്ചൈസി ഓൺഡ് ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ് മോഡൽ, ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് മോഡൽ എന്നൊക്കെ പറയുന്ന തരത്തിൽ പല മോഡലുകളുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പിന്നീട് പറയാം. എങ്കിലും സാധാരണ ഫ്രാഞ്ചൈസികൾ പലതും വലിയ നഷ്ടത്തിൽ കലാശിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ഫുഡ് ആൻഡ് ബിവറേജസ് ഫ്രാഞ്ചൈസികളെല്ലാം. എന്തുകൊണ്ടാണ് ഫ്രാഞ്ചൈസികൾക്ക് ഇങ്ങനെ ഒരു ഭീകരമായ തിരിച്ചടി സംഭവിക്കുന്നത്? പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ കാരണം ഫ്രാഞ്ചൈസി സെലക്ഷനിലുള്ള അപാകത തന്നെയാണ്. പലപ്പോഴും ഫ്രാഞ്ചൈസികൾ നമ്മൾ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ആളുകൾക്ക് തന്നെ കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഫ്രാഞ്ചൈസികൾ എടുക്കാൻ വരുന്ന മിക്ക ആളുകളും ശരിക്കും ഓൺട്രപ്രണേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പല ആളുകളും ഒരു എംപ്ലോയി മൈൻഡ് സെറ്റുള്ള ആളുകളും ഒപ്പം ഒരു ഓൺട്രപ്രണർഷിപ്പിനോട് ആഗ്രഹം തോന്നുകയും ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഫ്രാഞ്ചൈസി എടുത്താൽ കാര്യങ്ങൾ നടന്നു പോകുമല്ലോ ഓട്ടോമാറ്റിക്കലി എന്ന് വിചാരിച്ച് വരുന്നവരാണ്. ഇത്തരത്തിലുള്ള ആളുകൾ വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ബിസിനസിന്റെ റിയൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചും ബിസിനസ്സിൽ നമ്മൾ ഇടേണ്ട എഫേർട്ടിനെ കുറിച്ചും സ്ട്രഗിളിനെ കുറിച്ചും ഒന്നും അവർക്ക് കൃത്യമായ ധാരണയോ ബോധ്യമോ ഉണ്ടാവില്ല. ഇത്തരക്കാർ ഫ്രാഞ്ചൈസി എടുത്താൽ തീർച്ചയായും ആ ഫ്രാഞ്ചൈസിയുടെ ഭാവി ഒരു ചോദ്യചിഹ്നമാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി, ആ ബ്രാൻഡിന് വേണ്ടി അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. വലുതായി ചിന്തിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസി കൊടുക്കാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ഒരു പാസ് മാർക്കൊക്കെ വെച്ചുകൊണ്ട് തന്നെ വേണം ഇവരെ സെലക്ട് ചെയ്യാൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്. ഫ്രാഞ്ചൈസികളൊക്കെ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ ആവശ്യമാണ്. ചിലപ്പോൾ അതിൻ്റെ ലേഔട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൽ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രോസസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എല്ലാ ഫ്രാഞ്ചൈസികളിലും കാര്യങ്ങൾ ഒരുപോലെ തന്നെ നടക്കണം. എന്നാൽ മാത്രമേ ഇതൊരു ബ്രാൻഡാണെന്നുള്ള ഫീലിംഗ് ആളുകൾക്ക് ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും ബ്രാൻഡിൻ്റെ സ്റ്റാൻഡേർഡ്സ് കറക്റ്റായി ഫോളോ ചെയ്യാതെ വരുമ്പോൾ കസ്റ്റമേഴ്സിന് ആ ഒരു പെർട്ടിക്കുലർ ഷോപ്പിനകത്തുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇത് ആ ഫ്രാഞ്ചൈസിയുടെ ഭാഗമല്ല, അല്ലെങ്കിൽ ആ ബ്രാൻഡിന്റെ ഭാഗമല്ല എന്നുള്ള തോന്നൽ ആളുകളിൽ ഉണ്ടാവുന്നു. ഈ തോന്നൽ അവരെ ആ ഷോപ്പിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതാണ് സത്യം. പതിയെ പതിയെ സെയിൽസ് കുറഞ്ഞു വരുന്നത് കാണാം. പതിയെ പതിയെ ആ ഒരു ഷോപ്പും പിന്നീട് പതിയെ ആ ബ്രാൻഡ് തന്നെയും ഇല്ലാതായി പോയെന്ന് വരാം. ഇങ്ങനെയാണ് പല ബ്രാൻഡുകളും കേരളത്തിൽ പൂട്ടിപ്പോയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ബ്രാൻഡ് സ്റ്റാൻഡേർഡ്സിനെ കറക്റ്റായി ഫോളോ ചെയ്തില്ലെങ്കിലും ഫ്രാഞ്ചൈസി ബിസിനസ് പരാജയത്തിലേക്ക് കൂപ്പുകുത്താം. അടുത്തത് ഫ്രാഞ്ചൈസി റവന്യൂവിൽ ഓവറായി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പലപ്പോഴും പല ആളുകളും ഫ്രാഞ്ചൈസിയിൽ നിന്ന് വരുന്ന റവന്യൂവിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ശരിക്കും ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ പലതരത്തിൽ നമുക്ക് റവന്യൂ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളും സർവീസുകളും ഈ ഫ്രാഞ്ചൈസികളിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അത് തന്നെ വലിയൊരു ഇൻകം മോഡലാണ്. അതിനകത്ത് നമുക്ക് നല്ലൊരു മാർജിൻ ഉണ്ടാക്കാൻ സാധിക്കും. അത് സെയിലായി കഴിഞ്ഞതിന് ശേഷമുള്ള മാർജിൻ, അതിലൊരു റോയൽറ്റി, ഇത്തരം സാധനങ്ങളിലൂടെയും നമുക്ക് ഇൻകം ഉണ്ടാക്കാം. പക്ഷെ പല ഫ്രാഞ്ചൈസികളും അവർ എക്സ്പെർട്ടീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ലാഭം ഉണ്ടാക്കുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആ ലാഭം നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയും കുറവായിരിക്കും. അപ്പോൾ ഫ്രാഞ്ചൈസി റവന്യൂവിൽ ഓവർ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ ഫ്രാഞ്ചൈസിക്ക്, ആ പാരന്റ് കമ്പനിക്ക് ചിലപ്പോൾ റവന്യൂ ഉണ്ടാവുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ ക്യാഷ് ഫ്ലോ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന് വളരെ പൂറായിട്ടുള്ള ട്രെയിനിങ് മെക്കാനിസമാണ്. നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ പ്രോസസ്സുകൾ, ഒപ്പം അവിടെയുള്ള സ്റ്റാഫിൻ്റെ സ്കില്ല്, ഇതെല്ലാം ആ ബ്രാൻഡിൻ്റെ ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് തന്നെ ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള സർവീസും അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ലൈനും ഒക്കെ കണ്ടിട്ടായിരിക്കും അവിടെ ആളുകൾ വരുന്നത്, മറ്റുള്ള സ്ഥലങ്ങളിലും ആളുകൾ വരുന്നത്. പക്ഷേ മറ്റൊരു ബ്രാഞ്ചിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസിയിൽ പോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന സ്റ്റാഫിന് ഇനഫായിട്ടുള്ള ഒരു പ്രൊഫഷണലിസം ഇല്ല, അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ വീക്കാണ്, അല്ലെങ്കിൽ അവർക്ക് പ്രൊഡക്റ്റ് നോളജ് ഇല്ല എന്നൊക്കെ കണ്ടാൽ ഉറപ്പായിട്ടും കസ്റ്റമേഴ്സ് താല്പര്യമില്ലാതെ തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഏതൊരു ഫ്രാഞ്ചൈസി ബിസിനസ്സിലാണെങ്കിലും സ്റ്റാഫിന് കൃത്യമായിട്ടുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള
സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതും ഒരു കലണ്ടർ ഉണ്ടാക്കിക്കൊണ്ട് ഫ്രീക്വൻ്റായി ട്രെയിൻ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും വേണം. അല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, പല ഫ്രാഞ്ചൈസികളും പൂട്ടലിൻ്റെ വക്കിലേക്ക് എത്തും. മറ്റൊന്ന്, ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഞാനിപ്പോൾ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അതിൻ്റെ പ്ലാനുകളും ഫ്രാഞ്ചൈസി ഫീയും റോയൽറ്റിയും ഒക്കെ തീരുമാനിക്കുമ്പോൾ ആ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആളുടെ ഷൂസിൽ നിന്നുകൊണ്ട് വേണം ചിന്തിക്കാൻ. ഒരാൾ എന്തിനായിരിക്കും ഫ്രാഞ്ചൈസി എടുക്കുന്നത്? തീർച്ചയായിട്ടും അയാൾക്ക് ലാഭമുണ്ടാകാൻ വേണ്ടി കൂടിയാണ്. അയാൾക്ക് ലാഭമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മോഡൽ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള റോയൽറ്റി, അതായത് അവരുടെ ഷൂസിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്ക് ലാഭമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് മോഡൽ ഉണ്ടാക്കുക. ഒപ്പം തന്നെ നമുക്ക് ലാഭം ഉണ്ടാവണം. പലപ്പോഴും വിൻ ലൂസ് സിറ്റുവേഷനിലാണ് പല ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റുകളും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതായത് ഫ്രാഞ്ചൈസി ഉണ്ടാക്കുന്ന ആൾക്ക് ഫേവറിലായിരിക്കും മിക്കവാറും എഗ്രിമെൻറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? 1-2 വർഷം നടത്തി കഴിഞ്ഞതിന് ശേഷം ഫ്രാഞ്ചൈസി നടത്തുന്ന ആൾക്ക് തോന്നും, എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, കമ്പനിക്ക് മാത്രമാണ് ലാഭം, ഞാൻ ഈ ഫ്രാഞ്ചൈസിയിൽ നിന്ന് ഒഴിയുകയാണെന്ന് പറഞ്ഞ് ഒഴിയുകയും ചിലപ്പോൾ അയാൾ അത്രയും നാൾ എടുത്ത എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ സ്കില്ല് വെച്ചുകൊണ്ട് അയാൾ സ്വന്തമായിട്ട് വേറൊരു സ്ഥാപനം, വേറൊരു ബ്രാൻഡിൽ അവിടെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. സ്ഥിരമായിട്ട് നമ്മൾ ഈ പ്രീ സ്കൂളുകളിലും ബേക്കറികളിലും ഒക്കെ കാണുന്ന സ്ഥിരം കാഴ്ചയാണിത്. 1-2 വർഷം ഫ്രാഞ്ചൈസി എടുക്കുകയും പിന്നീട് സ്വന്തമായി ഒരു ബ്രാൻഡ് വർക്കൗട്ട് ചെയ്ത് പോവുകയും ചെയ്യുന്നു. അതിന് കാരണം അവർക്ക് ഇനഫായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആ പാരന്റ് കമ്പനിയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അടുത്തത് ടെറിറ്റോറിയൽ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെറിറ്ററിയുടെ എക്സ്ക്ലൂസിവിറ്റി കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം എന്താ, നമ്മളൊരു പെർട്ടിക്കുലർ കാച്ച്മെന്റ് അവർക്കായി തന്നെ കൊടുക്കുകയാണ്. എന്നാലേ നമുക്ക് ആ മാർക്കറ്റിൽ നിന്നുള്ള കംപ്ലീറ്റ് കസ്റ്റമേഴ്സിനെയും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഫ്രാഞ്ചൈസി അങ്ങ് കയറി പിടിക്കുമ്പോൾ പലപ്പോഴും ഈ പാരന്റ് കമ്പനിക്ക് ഒരു ഹരം അങ്ങ് പിടിക്കും. അതാ ഇഷ്ടംപോലെ എൻക്വയറി വരുന്നുണ്ട്. പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും അങ്ങ് കൊടുത്തേക്കാം. കാരണം ഇപ്പോഴേ നമുക്ക് പൈസ വാരാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഒരു ഗ്രീഡിനെസ് മനസ്സിലേക്ക് വന്നാൽ ഒരു സംശയം വേണ്ട, നമ്മുടെ ഈ എക്സ്ക്ലൂസിവിറ്റിയും ഈ ടെറിട്ടോറിയൽ പ്രൊട്ടക്ഷനും എല്ലാം നമ്മൾ കാറ്റിൽ പറത്തും. അങ്ങനെ കാറ്റിൽ പറന്നു പോയാൽ മാർക്കറ്റിൽ ക്ലാഷുകൾ ഉണ്ടാവും, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളുടെ തന്നെ മാർക്കറ്റ് ഛിന്ന ഭിന്നമായി പോവും. അല്ലെങ്കിൽ ഒരു കാനിബലൈസേഷൻ സംഭവിക്കും. അതായത് നമ്മളുടെ തന്നെ പ്രൊഡക്റ്റുകളെ നമ്മൾ തന്നെ, സർവീസുകളെ, ഫ്രാഞ്ചൈസികളെ നമ്മൾ തന്നെ തിന്നു തീർക്കും. ഇങ്ങനെ ഇല്ലാതിരിക്കാൻ കൃത്യമായിട്ടുള്ള ടെറിട്ടറി പ്രൊട്ടക്ഷനും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകളും ആവശ്യമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഫ്രാഞ്ചൈസികൾ വിജയിക്കണമെങ്കിൽ ശ്രദ്ധിക്കാനുണ്ട്. ഫ്രാഞ്ചൈസി പ്ലാനുകൾ കൃത്യമായി ഉണ്ടാക്കാനും ഫ്രാഞ്ചൈസികൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഫ്രാഞ്ചൈസി കൺസൾട്ടിങ് തന്നെ നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓൾ ദ ബെസ്റ്റ്.